ഗായ്സ്, ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അട്ടപ്പാടി ചുരം അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കസിൻസ് കുറേ പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ്. അങ്ങനെ അട്ടപ്പാടിയിലേക്ക് പോവാണ് ഗൈസ്. ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പൊ നമ്മള് ഉപ്മാവിനുള്ള പഴം മേടിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. അതായത് അപ്പൊ ഒരു കൊല പഴമാണ് നമ്മള് മേടിക്കണത്. പക്ഷെ ഒരു കൊലയില് മൊത്തമില്ല അല്ലേ? മൊത്തമില്ല, പകുതിയേ ഉള്ളൂ. പകുതിയോളം പഴം ഉണ്ട് അതിന്. നമ്മൾ ഏതെങ്കിലും സൈഡ് ഇട്ടിടാൻ ഉപ്മാവ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എല്ലാരും ബസ് എടുക്കാൻ അപ്പിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. ഒരു വൈബിന് വേണ്ടി നമ്മൾ അതിന് നടു പോയിരുന്നു ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പുറത്തേക്ക് കിടക്കാൻ നിൽക്കുകയാണ് അല്ലേ? അവിടെ നല്ല പ്ലേസ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഉപ്മാവ് വിളമ്പിൽ കഴിഞ്ഞു അല്ലേ? ചിന്നീസിന്റെ ഉള്ളിക്കറി, പിന്നെ മറ്റേ മണിമയുടെ ഉപ്മാവ്, പിന്നെ പഴം, അതെ ശർണീച്ച് വിളമ്പിയ ഉപ്മാവ്. ഇതാണ് ഗൈസ് നരസിമുക്ക്. അപ്പം നമ്മൾ നല്ല മഞ്ഞുണ്ടാവുമെന്ന് വിചാരിച്ചാൽ പോയത്. നേരത്തെ ഇറങ്ങിയതൊക്കെ അതുകൊണ്ടാണ്. പക്ഷെ ഒരു മഞ്ഞും ഉണ്ടായില്ല, നല്ല വെയിലായിരുന്നു. എന്നാലും നമ്മളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സ്ലിപ്പറായി. കുറേ പേര് മരത്തിനൊക്കെ കഴിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ കുറച്ച് തണുപ്പെന്ന് പറയാൻ. നമ്മൾ നരസിമുക്ക് പോയി വന്ന് ചായ കുടിക്കാൻ നിർക്കുകയാണ്. വെള്ളിത്തിരയിൽ പൃഥ്വിരാജ് മൈസൂർക്ക് പോകുന്നൊരു സീന് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്നും അറിയണ്ട ഒരാൾക്ക് എവിടേക്കാ പോകുന്നൊന്നും അറിയണ്ട. ഉറക്കമൂട് നമ്മൾ എങ്ങോട്ട് പോണു? ആറന്മുളല്ല, മീമല. മീമലത്തിക്കാണ് പോണത്. റിസോർട്ടിക്ക് പോകാൻ ഫണ്ടില്ലാത്തതുകൊണ്ട് നമ്മള് മണ്ണാർക്കാട് മീമലത്തേക്ക് പോവാന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഇവിടെ കാട്ടുമുക്കൊന്നും അറിയില്ല. കുഞ്ഞു വീട് കണ്ടു ഇവിടെ. അവിടെ കുറെ കുട്ടികളെ കണ്ട്. പക്ഷെ ഞങ്ങളെ കണ്ടവര് പേടിച്ച് ഓടിപ്പോയി. അച്ഛനെ കണ്ട പേടിച്ച് ഓടി. അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചു വന്നു ഗൈസ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിട്ടോ. അങ്ങനെ ലാസ്റ്റ് സ്ഥലമായ എവിടെ എത്തി? മീമലിലെത്തി. അപ്പൊ ഗൈസ് നമ്മളെല്ലാരും സേഫ് ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ബൈ ബൈ ഫ്രണ്ട്സ്.